പക്ഷെ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പുമ്മേ സ്വർണം പൂശിയതാണ് എന്നാണ്. പക്ഷെ അച്ഛൻ അറിയിക്കാന്നേ പറഞ്ഞുള്ളൂ. അച്ഛൻ അതിനെ കൃത്യമായ ഒരു റിപ്ലൈ അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞത് നമ്മളത് അറിയിക്കാം, നിങ്ങളെ അത് എന്തായാലും ഈ ഒരു തീരുമാനം എടുത്ത ശേഷം നിങ്ങളെ അറിയിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ഫോൺ കോളുകൾ എനിക്ക് വരാറുണ്ട്. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് ഇതിനൊരു അവസാനം ഒരു റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രതിനിധി യോഗത്തിൽ ഞാൻ ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് വിചാരിച്ചു. പല ചർച്ചകളും കഴിഞ്ഞ ശേഷം എനിക്ക് ചോദിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഇതാണ്, എപ്പോഴും എനിക്ക് കോളുകളാണ്, ഇതിലെന്താണ് ടീച്ചറെ സത്യം, ടീച്ചർ ഒന്ന് തുറന്നു പറയണമെന്ന്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ നമുക്ക് ഇതിനൊരു പരിസമാപ്തി വേണം. ജനങ്ങളിങ്ങനെ സ്വർണ്ണമല്ല ചെമ്പാണ്, ചെമ്പിൽ പൂശിയതാണ് എന്നെല്ലാം പറയുന്നു. അപ്പോൾ അത് കൃത്യമായൊരു റിപ്ലൈ അച്ഛൻ എനിക്ക് ഈ കമ്മിറ്റിയിൽ തരണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പോൾ പിന്നിൽ നിന്ന് 1-2 പേര് ശരിയാണ് ടീച്ചർ ചോദിച്ചതിന് ഉത്തരം കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിലും അച്ഛൻ കുറച്ചു നേരം ആലോചിച്ച ശേഷം പറഞ്ഞു, ടീച്ചറെ ഇതോടുകൂടി ഇത് അവസാനിക്കുകയോ ചോദിച്ചു. ഇതോടുകൂടി അവസാനിക്കണമെങ്കിൽ കൃത്യമായ ഉത്തരം കിട്ടണം, ഇല്ലെങ്കിൽ വീണ്ടും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് നമ്മുടെ ലൂർദ് മാതാവ് എന്ന് വെച്ചാൽ ലൂർദ് പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പള്ളിയാണ്. അവിടെ എന്ത് സംഭവിച്ചാലും ജനങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെയധികം മാധ്യമങ്ങളും മറ്റും വന്ന് നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ തിരുനാളിൻ്റെ അന്ന് ലൂർദ് മാതാവിന് ഒരു കിരീടം സമർപ്പിച്ചപ്പോൾ വലിയൊരു പബ്ലിസിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊരു ആഗ്രഹമുണ്ട്, ഇതിലെത്ര പവനുണ്ട്, ഇതാണ് ജനങ്ങളുടെ ചോദ്യം മുഴുവനുമായിരുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൂർദ് മാതാവിനെ പല ഗിഫ്റ്റുകളും കിട്ടാറുണ്ട്, വെള്ളിയായാലും കൊച്ചു സ്വർണ്ണങ്ങളായാലും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ അതിനൊന്നും ആരും അങ്ങനെ ചോദിക്കാറില്ല. അതായത് ഏറ്റവും അവസാനമാണ് അതിൻ്റെ ഒരു കണക്ക് കൂട്ടൽ, എല്ലാം സുതാര്യമാണ് ലൂർദ് പള്ളിയിൽ. അപ്പോൾ നമ്മൾ കൈക്കാരന്മാരും വികാരിയച്ഛൻ എല്ലാവരും കൂടി നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ കണക്കാക്കി അവസാനം അത് സുതാര്യമായി സ്റ്റോക്ക് ബുക്കിൽ കയറ്റുകയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇതിനൊരു റിപ്ലൈ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇതാണ് പറഞ്ഞത്, നമുക്ക് പല ഗിഫ്റ്റുകളും കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങൾ നോക്കിയിട്ടില്ല, ഇത് ചെമ്പാണോ. സാധാരണ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യുക. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. നല്ലൊരു ഗിഫ്റ്റ് ആണെങ്കിൽ അച്ഛൻ അത് പ്രസന്റ് ചെയ്യേണ്ടതാണ്, അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ എന്നുള്ളത് വീണ്ടും പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എല്ലാം കൂടി അവസാനം നമുക്ക് വന്നതും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കൂടി കണക്കാക്കി, അതായത് കൈക്കാരന്മാരും അച്ഛനും അടങ്ങുന്ന ഒരു കമ്മിറ്റി അതിൻ്റെ കണക്കുകൾ നോക്കി പിന്നീട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ മൊത്തത്തിൽ പറയുന്നത് അത് ചെമ്പുമ്മേ സ്വർണം പൂശിയതാണ് എന്നാണ്. പക്ഷെ അച്ഛൻ അറിയിക്കാന്നേ പറഞ്ഞുള്ളൂ. അച്ഛൻ അതിനെ കൃത്യമായ ഒരു റിപ്ലൈ അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞത് നമ്മളത് അറിയിക്കാം, നിങ്ങളെ അത് എന്തായാലും ഈ ഒരു തീരുമാനം എടുത്ത ശേഷം നിങ്ങളെ അറിയിക്കാന്നാണ് പറഞ്ഞത്. സമിതിയെ നിയമിച്ചതായിട്ട് അച്ഛൻ പറഞ്ഞില്ല. അതായത് കൈക്കാരന്മാരും അച്ഛനും കൂടി അടങ്ങുന്ന ഒരു കമ്മിറ്റി, അതുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുത്ത ശേഷം നമ്മളെ അറിയിക്കാന്നാണ് പറഞ്ഞത്. പരിശോധിക്കും, അത് പരിശോധിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ജനങ്ങൾ തൃപ്തരല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത് മുഴുവൻ ചെമ്പാണ്, അതാണ് ജനങ്ങളുടെ ആകാംക്ഷ. നല്ലൊരു ഗിഫ്റ്റ് ആണെങ്കിൽ അച്ഛൻ അത് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഇത്രയും ഉത്തരമാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛനല്ലാണ്ട് അത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞിട്ടില്ല, ചെമ്പാണെന്നും പറഞ്ഞിട്ടില്ല.